ഹായ് ഫ്രണ്ട്സ്, മാജിക് അങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളുടെ തുടർച്ച എന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കാണാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ 2 വീഡിയോകളും എടുത്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഈ വീഡിയോയിലേക്ക് വരിക. നമ്മുടെ ഡ്രഗ്സിനെതിരെയുള്ള പ്രോഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ 2-3 വീഡിയോകൾ നമ്മൾ ഇറക്കി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രഗ്സിനെതിരെയുള്ള സ്കൂൾ വഴിയുള്ള മറ്റു പ്രോഗ്രാമുകളുടെയൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്ന രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ടൈം ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി വളരെ ചുരുക്കിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം നമ്മൾ കണ്ടു, ചെറിയ ഉപവാസം മദ്യം തുടങ്ങിയതിന് ശേഷം അത് ഉപയോഗിച്ച് അളവ് കൂടി നമുക്ക് ഒരുപാട് ബോട്ടിൽ വരെ ആവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത്. അപ്പോൾ എത്ര മദ്യം ഉണ്ടെങ്കിലും നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളോ നമ്മുടെ കുട്ടികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സ്റ്റേജ് നമ്മൾ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാം നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓരോരുത്തരും സർക്കാരും നമ്മുടെ ഈ ഡ്രഗ്സിനെതിരുള്ള പോരാട്ടത്തിൻ്റെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാവരും നമ്മൾ അണിചേർന്നുകൊണ്ട് ഇന്ന് സമൂഹത്തിലുണ്ടായിരിക്കുന്ന ആ മൂല്യച്യുതി എല്ലാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നല്ലൊരു സമൂഹം കെട്ടിപ്പടുത്താനായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവണം. ഓക്കെ, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ മദ്യത്തിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മദ്യം കുറച്ചുകൂടെ കൊണ്ടുവച്ചിരുന്നത്, ഈ മദ്യം നമ്മൾ ഉപയോഗിക്കരുത് എന്നും എല്ലാം വളരെ കൃത്യമായ ലെവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. സിഗരറ്റിൻ്റെ കാര്യങ്ങളായാലും എല്ലാത്തിനും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം വായിക്കുകയും ചെയ്യുന്നു. മിടുക്കന്മാരാണ് നമ്മൾ മലയാളിസ്, പ്രത്യേകിച്ച് വളരെ മിടുക്കന്മാരെ എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് തെറ്റിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഇത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിൽ നമ്മൾ മദ്യം നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എത്ര കിട്ടിയാൽ നമുക്ക് മദ്യാവാതെ വരുന്ന രീതിയിലുള്ള പറഞ്ഞു. ഇപ്പോൾ ഒരു മദ്യം നമ്മൾ ശരീരത്തിലേക്ക് ചെയ്യുക എന്ന് വിചാരിക്കുക. ഇതിലേക്ക് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ചെന്ന് എല്ലാം ചേർന്ന് ശരീരത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ സിഗരറ്റിൻ്റെ കാര്യം കാണിച്ച പോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അപ്പം തന്നെ നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ വളരെ കഴിഞ്ഞായിരിക്കും. കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചില്ല, ദൈവമുണ്ട്. എന്നാ കഴിച്ചെന്ന് ചോദിച്ചാൽ അത് മദ്യം ഉണ്ടെന്ന് കഴിക്കുന്നത്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ കഴിച്ചു. അപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കഴിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ആദ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ അന്നേരം തോന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആ ദൂഷ്യത്തിൽ നമുക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് ആ ദൂഷ്യം അവിടെ തന്നെ കിടപ്പുണ്ടാവും, വേറെ എങ്ങും പോയിട്ടുണ്ടാവില്ല. അത് ശരീരത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു മടിയും വേണം. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കുക. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമുക്ക് മദ്യമൊന്നും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക. അങ്ങനെയുള്ള കൂട്ടായ്മ നിൽക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മദ്യത്തിനെതിരെയുള്ള കൂട്ടായ്മയിൽ നമ്മളെതിരെ എല്ലാവരും അണിചേരുക. നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നില്ലേ? നോക്കാം. അപ്പോൾ ആ കൂട്ടായ്മയിൽ അണിചേർന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഒറ്റ കാര്യം പറയുക. ഏത് കാര്യം പറയണ്ടേ? ഒറ്റ കാര്യം നമുക്ക് പറയാനുണ്ടാവുള്ളൂ. പറയേണ്ട കാര്യം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സേ നോ ഡ്രഗ്സ്. ഓക്കെ, ഇത് നമ്മൾക്ക് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് കഴിയണം. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടല്ലോ. ഒരു കാരണവശാലും മറക്കരുത്. നമുക്ക് ഇതിൻ്റെ സേ ഡ്രഗ്സ് എന്നുള്ളത് നമ്മൾ നമ്മളെന്നും എല്ലാവരിലേക്കും എത്തിച്ച് വളരെ നല്ല ഒരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജീവിതത്തിൽ നിന്നും സന്തോഷത്തോടെ നിലനിൽക്കാനായിട്ട് സാധിക്കും കേട്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് ദൈവം
അപ്പോൾ എന്നും നമ്മൾ ഡ്രഗ്സിനൊപ്പം നിൽക്കണം. അങ്ങനെ അതിനെതിരെ പോരാടി നമുക്ക് നമ്മുടെ ഈ കേരളക്കരെന്നല്ല ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ നമുക്ക് ഈ മദ്യത്തെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ വന്നാൽ എല്ലാം ഇന്ന് നമുക്ക് സന്തോഷത്തോടെ നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, അങ്ങനെ ഒരു പ്രവർത്തനത്തിന് കൂട്ടി നിൽക്കുകയാണെങ്കിൽ ഓക്കെ നോക്കാം.